ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹൗ വില്ലൻസ് മാനിഫെസ്റ്റ് മണി. അതായത് ചീത്ത ആൾക്കാർ എങ്ങനെയാണ് കാശ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡും മറ്റേ നല്ല കാര്യങ്ങളും ചെയ്തിട്ട് വളരെ കഷ്ടപ്പെട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഈ വില്ലൻസ് ഒക്കെ പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കും. അതെങ്ങനെയെന്ന് നോക്കിയിട്ടുണ്ട്. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു വില്ലന് എന്തായാലും ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവും. എനിക്ക് എന്തായി കഴിഞ്ഞാലും ഒരു കാശ് ഉണ്ടാക്കണം, വലിയ നിലയിലെത്തണം എന്നൊക്കെ. അപ്പോൾ അതിനായിട്ട് അയാൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ബിലീഫ്സും ഉണ്ടാവും. അൺകോൺഷ്യസും ഉണ്ടാവും, കോൺഷ്യസ് ബിലീഫ്സും ഉണ്ടാവും. കോൺഷ്യസ് ബിലീഫ്സ് പറയുമ്പോൾ അയാൾക്ക് എന്തായാലും പൈസ നേടിയേ പറ്റും. സബ് കോൺഷ്യസ് പറയുമ്പം ഞാൻ കട്ടിട്ടായാലും ശരി, കൊന്നിട്ടായാലും ശരി, പറ്റിച്ചിട്ടായാലും ശരി, ഞാൻ അത് നേടിയിരിക്കും. അപ്പോൾ ഓൾറെഡി ആ ബിലീഫ് ഉണ്ട്, അതിനകത്ത് ഇറ്റ് ഇസ് സ്ട്രോങ് ആൻഡ് ഇറ്റ് ഇസ് ഗോയിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഇനി ഫീലിംഗ് എന്ന് പറയുന്നത് അയാൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫീലിംഗ് ഒന്നെങ്കിൽ ഗ്രീഡ്, അല്ലെങ്കിൽ ഫിയർ, അല്ലെങ്കിൽ ഈഗോ, ആ ഒരു ഫീലിങ്സ് എന്നായിരിക്കും. ഇതൊക്കെ നെഗറ്റീവ് ഫീലിങ്സ് ആണ്. ബട്ട് മാനിഫെസ്റ്റേഷനിൽ നെഗറ്റീവ് പോസിറ്റീവ് ഒന്നുമില്ല. ദേ വിൽ ജസ്റ്റ് മാനിഫെസ്റ്റ് ഇഫ് ദ എനർജി ഈസ് സ്ട്രോങ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആക്ഷൻസ് എന്ന് പറയുമ്പം ചിലപ്പോൾ അയാൾ ഒരു കാരുണ്യവും കാണിക്കാത്ത എന്താണോ അയാൾക്ക് ശരിയെന്ന് തോന്നുന്നത് അയാൾ ചെയ്യും. ഇപ്പോൾ ചില ആൾ ഹാം ചെയ്തിട്ടായിരിക്കാം കാശ് നേടുന്നത്, അല്ലെങ്കിൽ പറ്റിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ അറിയാം ഈ ഒരു ആക്ഷൻ ചെയ്തതിന് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷം വരും. ബട്ട് എന്നാലും എൻ്റെ ഈഗോ, എൻ്റെ പൈസ, എൻ്റെ മണി, എൻ്റെ പവർ എന്ന രീതിയിൽ മാത്രം അയാൾ നോക്കിയിട്ട് അയാൾ ഓരോ ആക്ഷൻസ് ചെയ്യാൻ തുടങ്ങും. അപ്പം എഗെയിൻ ആക്ഷൻസ് അയാൾ എടുക്കുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് റിസെപ്റ്റിവിറ്റി. അയാൾക്ക് ബിലീഫ് ഉണ്ട്, എനിക്ക് എന്തായാലും കിട്ടും. അറ്റ് ദ സെയിം ടൈം നെർവസ് സിസ്റ്റം ഒന്നും റെഗുലേറ്റ് ചെയ്യാതെ തന്നെ ഹീസ് റെഡി ഫോർ റിസെപ്റ്റിവിറ്റി. അങ്ങനെ അയാൾ മാനിഫെസ്റ്റ് ചെയ്യും. മണിയും പവറും ഫെയിമും ഒക്കെ മാനിഫെസ്റ്റ് ചെയ്യും. അയാൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലോ എഫോമേഷൻസോ കണ്ണാടി നോക്കി മിറർ വർക്കോ അങ്ങനെ ഒന്നും ചെയ്യില്ല. ബട്ട് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് ഇൻറ്റൻഷൻസ്, നെഗറ്റീവ് വൈബ്രേഷൻസ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ എല്ലാം കിട്ടിക്കഴിഞ്ഞാലും ഹിസ് സോൾ വിൽ ബി എംപ്റ്റി. അതായത് അയാൾക്ക് എത്ര നേടിയിട്ടും ഒരു കാര്യമില്ല. കാരണം ഉറങ്ങുമ്പോൾ അയാൾക്ക് പേടിയുണ്ടാകും, ഒരു എംപ്റ്റിനെസ് ഉണ്ടാകും. ആൻഡ് എന്തുകൊണ്ടാണ് ഉള്ളത് അറിയില്ല. കാരണം ഇതൊക്കെ നേടിയിരിക്കുന്നത് നെഗറ്റീവ് വൈബ്രേഷനിൽ നിന്നാണ്. ഓക്കെ, മാനിഫെസ്റ്റേഷനിൽ പോസിറ്റീവ് വൈബ്രേഷനും നെഗറ്റീവ് വൈബ്രേഷനും ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഏത് വൈബ്രേഷനും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. ബട്ട് പോസിറ്റീവ് വൈബ്രേഷനെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സമാധാനവും സന്തോഷവും ഒക്കെ വരുന്നത്. ബട്ട് നമ്മൾ കാണുന്ന വില്ലന്മാരൊക്കെ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് വൈബ്രേഷനാണ്. അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത്, അതായത് പണം കിട്ടിക്കഴിഞ്ഞാൽ നീ ചീത്തയായിപ്പോവും, പണം കിട്ടിക്കഴിഞ്ഞാൽ നിൻ്റെ സ്വഭാവമേ മാറും, അങ്ങനെയൊക്കെ വരുന്നത് അവർ നെഗറ്റീവ് വൈബ്രേഷനാണ് മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമില്ല. നിങ്ങളോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് മാനിഫെസ്റ്റ് ഫ്രം പോസിറ്റീവ് വൈബ്രേഷൻ. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ആൻഡ് സേഫസ്റ്റ് വേ. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ബട്ട് അറ്റ് ദ സെയിം ടൈം അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സോ അമേസിങ്.